ലഹരിക്കായി ക്യാൻസർ വേദന സംഹാരി ഗുളികയും ഇടുക്കി നെടുങ്കണ്ടത്തെ 2 യുവാക്കൾ പിടിയിൽ. 22,000 രൂപ വില വരുന്ന ഗുളിക യുവാക്കളിൽ നിന്നും കണ്ടെടുത്തു. ഇവർക്കൊപ്പം കഞ്ചാവ് കൈവശം സൂക്ഷിച്ചതിനെ മഞ്ഞപ്പാറ സ്വദേശി ജാസ്മിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവരുമായി സുബിൻ തോമസ് ചേരുകയാണ്. സുബിൻ, ലഹരിക്കായി ഉപയോഗിച്ചിരിക്കുന്നത് ക്യാൻസർ വേദന സംഹാരിയാണ്. ഇവർ വ്യാപകമായി ഇത് ഉപയോഗിക്കുകയും വിപണനം ചെയ്യുകയും ചെയ്യുന്ന ഒരു ശൃംഖലയുടെ കണ്ണികൾ എന്ന രീതിയിൽ തന്നെയാണോ അന്വേഷണം പുരോഗമിക്കുന്നത്? അത്തരത്തിലൊരു സൂചനയാണ് എന്തായാലും പോലീസിനുള്ളത്. ഇവർക്ക് പിന്നിൽ ഒരു വലിയ സംഘം തന്നെ ഉണ്ട് എന്നുള്ളൊരു വിലയിരുത്തൽ എന്തായാലും പോലീസിനുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് വിപുലമായ അന്വേഷണമാണ് പോലീസ് ആരംഭിച്ചിട്ടുള്ളത്. ഇത്തരത്തിലൊരു കേസ് ഇടുക്കി ജില്ലയിൽ ആദ്യമായാണ് കണ്ടെത്തുന്നതും പ്രതികൾ പിടിയിലാവുകയും ചെയ്തത്. പ്രധാനമായും ഈ ക്യാൻസർ വേദന സംഹാര ഗുളികയാണ് ഇവർ ഈ ലഹരിക്കായി ഉപയോഗിച്ചിരുന്നത്. ഇത് ഒരു ലായനിയിൽ ചേർത്ത ശേഷം ഇത് സിറിഞ്ച് ഉപയോഗിച്ച് ശരീരത്തിൽ കുത്തിവയ്ക്കുകയായിരുന്നു. ഇതോടൊപ്പം തന്നെ കഞ്ചാവ് ഉപയോഗിക്കും. 2 ദിവസം വരെ ഇതിന്റെ ഒരു ലഹരി നിലനിൽക്കുമെന്നുള്ളതാണ് ഇവർ നൽകിയിരിക്കുന്ന മൊഴി. ഇന്നലെ യാദൃശ്ചികമായാണ് പോലീസിന് ഇവരെ പറ്റി വിവരം ലഭിക്കുന്നതും പരിശോധന നടത്തുന്നതും. ഇവരിൽ നിന്നും ഈ 60 സ്ട്രിപ്പോളം ഗുളികകൾ ഈ പോലീസ് ഉദ്യോഗസ്ഥർ കണ്ടെത്തി. അതോടൊപ്പം തന്നെ ഇത് സിറിഞ്ചുകളും കൂടാതെ ഈ കഞ്ചാവ് ഉപയോഗിക്കുന്നതിനായുള്ള മറ്റു ഉപകരണങ്ങളെല്ലാം തന്നെ ഇവരുടെ ബാഗുകളിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ളത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നെടുങ്കണ്ടം സ്വദേശികളാണ് പിടിയിലായിട്ടുള്ളത്. ഫ്രാൻസിസ് അതുപോലെ തന്നെ അൻസിൽ എന്നിവരാണ് നിലവിൽ ഈ ഗുളികകൾ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് പിടിയിലായിട്ടുള്ളത്. ഇവരോടൊപ്പം തന്നെ മറ്റൊരു യുവാവ് കൂടി ഉണ്ടായിരുന്നു. ഇയാളുടെ പക്കൽ നിന്ന് കഞ്ചാവും കണ്ടെടുത്തിട്ടുണ്ട്. ഇത് മഞ്ഞപ്പാറ സ്വദേശി ജാസ്മിൻ എന്നയാളാണ്. 2 കേസുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. ആദ്യ കേസുകളിൽ 2 കഞ്ചാവ് സൂക്ഷിച്ചതിന് ജാസ്മിന്റെ പേരിൽ കേസെടുത്തിട്ടുണ്ട്. പോലീസ് വിപുലമായ ഒരു അന്വേഷണം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട്. ഏകദേശം 10 ഗുളികകൾ ഇവർക്ക് എവിടുന്ന് കിട്ടി എന്നുള്ളതിലാണ് ആദ്യഘട്ടത്തിൽ അന്വേഷണം നടത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇവർക്ക് ഗുളികകൾ നൽകിയ മെഡിക്കൽ സ്റ്റോർ ഉടമയെ ഉൾപ്പെടെ പ്രതി ചേർക്കാനുള്ള ഒരു നീക്കം എന്തായാലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ട്. ഇവരുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകൾ എത്തുന്നുണ്ട്. ഇവരിൽ നിന്ന് ഈ ലഹരി ഉപയോഗിക്കുന്നതിനായി കുട്ടികൾ ഉൾപ്പെടെ കൂടുതൽ ആളുകൾ എത്തുന്നുണ്ടോ എന്നടക്കമുള്ള സംശയം എന്തായാലും പോലീസിനുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവും നിലവിൽ നെടുങ്കണ്ടം പോലീസ് നടത്തി വരികയാണ്. ശരി, സുബിൻ തോമസ് ആണ് ഇടുക്കിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.